ഡെയിലി മീഡിയയിലേക്ക് സ്വാഗതം. ന്യൂസിലാൻഡ് നമുക്ക് ഏറെ പരിചിതമായ രാജ്യമാണ്. ഇന്ത്യക്കാരുടെ പ്രിയപ്പെട്ട സ്റ്റഡി ആൻഡ് വർക്ക് ഡെസ്റ്റിനേഷനുകളിൽ ഒന്ന്. കറുപ്പ് യൂണിഫോം അണിഞ്ഞു വരുന്ന ന്യൂസിലാൻഡിൻ്റെ യൂണിഫോമും നമുക്ക് നല്ല പരിചിതം. എന്നാൽ ഈ രാജ്യത്തിനപ്പുറം വലിയൊരു രഹസ്യമൊളിഞ്ഞിരിപ്പുണ്ട്. കടലിൽ മറഞ്ഞ ഒരു വൻകര. ഭൂമിയിലെ 8ാമത്തെ ഭൂഖണ്ഡമെന്ന് അറിയപ്പെടുന്ന സീലാൻഡിയയാണ് ആ വൻകര. ന്യൂസിലാൻഡ് എന്ന ദ്വീപരാജ്യം സീലാൻഡിയയുടെ ഇന്നത്തെ ശേഷിപ്പാണ്. നിലവിൽ ഭൂമുഖത്ത് ന്യൂസിലാൻഡും ന്യൂ കാലിഡോണിയ എന്ന മറ്റൊരു ദ്വീപും മാത്രമേ ഈ ഭൂഖണ്ഡത്തിൻ്റെതായി നിലനിൽക്കുന്നുള്ളൂ. ബാക്കിയുള്ള 94% കരയും സമുദ്രത്തിനടിയിലാണ്. ഏകദേശം 50 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഭൂഖണ്ഡമായിരുന്നു സീലാൻഡിയ. യൂറോപ്പിൻ്റെ പകുതിയോളം വരും ഇതിൻ്റെ വിസ്തീർണം. 2017 ഇതിന് ഭൂഖണ്ഡ പദവി ലഭിക്കുന്നത്. തെക്കൻ പസഫിക് ഓഷ്യനും 3500 അടിയോളം ആഴത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ കൃത്യമായി ഇതിൻ്റെ അതിരുകൾ കണ്ടെത്തുന്നത് വെല്ലുവിളിയായിരുന്നു. കാരണം അത്രയ്ക്ക് ആഴത്തിലാണ് നിലവിൽ ഇതിൻ്റെ ശേഷിപ്പുകൾ സ്ഥിതി ചെയ്യുന്നത്. 17ാം നൂറ്റാണ്ടിൽ തന്നെ യൂറോപ്യന്മാർ ഇങ്ങനെയൊരു ഭൂഖണ്ഡം ഭൂമിയുടെ തെക്കേ അറ്റത്തുണ്ടാകുമെന്ന് കണക്കുകൂട്ടിയിരുന്നു. ഓസ്ട്രേലിയ ആ സമയത്ത് തന്നെ കണ്ടെത്തപ്പെട്ടിരുന്നെങ്കിലും അതല്ലാതെ മറ്റൊരു ഭൂഖണ്ഡം കൂടിയുണ്ടെന്നായിരുന്നു അവരുടെ വിശ്വാസം. ടെറാ ഓസ്ട്രേലിയസ് എന്നായിരുന്നു അവർ ഈ സാങ്കല്പിക ഭൂഖണ്ഡത്തിന് നൽകിയ പേര്. 1642 ആബൽ ടാസ്മാൻ എന്ന ഡച്ച് നാവിക പര്യവേക്ഷകൻ ഈ ഭൂഖണ്ഡം തേടി യാത്ര തുടങ്ങി. ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിൽ നിന്ന് തുടങ്ങിയ കടൽ യാത്രയ്ക്ക് അവസാനം ന്യൂസിലാൻഡിൻ്റെ സൗത്ത് ഐലൻഡിൽ ടാസ്മാൻ എത്തിച്ചേർന്നു. അന്നവിടെ തദ്ദേശീയ ജനതയായ മാവോരി ഗോത്രമാണ് ഉണ്ടായിരുന്നത്. അവർ ടാസ്മാനും സംഘത്തിനും നേർക്ക് വലിയ ആക്രമണം അഴിച്ചുവിട്ടു. അതുകൊണ്ട് തൻ്റെ കപ്പലിറങ്ങിയ സ്ഥലത്തിന് കൊലപാതകികളുടെ ഉൾക്കടൽ, അതായത് മർഡറേഴ്സ് ബേ എന്ന് പേരിട്ട ശേഷം ന്യൂസിലാൻഡിൽ കാലുകുത്താതെ ടാസ്മാൻ മടങ്ങി. 1895 സ്കോട്ടിഷ് സയൻറ്റിസ്റ്റായ ജെയിംസ് ഹെക്ടർ ന്യൂസിലാൻഡിനെക്കുറിച്ച് നിരവധി പഠനങ്ങൾ നടത്തിയ ശേഷം ദ്വീപ് പഴയകാലത്ത് ഒരു വലിയ വൻകരയുടെ ഭാഗമായിരുന്നെന്ന് തൻ്റെ ഡയറിയിൽ കുറിച്ചു. 1995 ഭൗമശാസ്ത്രജ്ഞനായ ബ്രൂസ് ല്യൂയെൻഡിക്കാണ് ന്യൂസിലാൻഡിയ എന്ന 8ാം ഭൂഖണ്ഡത്തെക്കുറിച്ചുള്ള ആശയം ആദ്യം പുറത്തിറക്കിയത്. ന്യൂസിലാൻഡിനും ഓസ്ട്രേലിയക്കും സമീപം നടത്തിയ ഗവേഷണങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു ഇത്. ഭൂമിയുടെ ആദ്യ ദശയിൽ പാൻജിയ എന്ന ഒറ്റ വൻകരയാണ് ഉണ്ടായിരുന്നത്. ഇത് പിന്നീട് ലോറേഷ്യ എന്നും ഗോണ്ട്വാന എന്നും 2 ഭൂഖണ്ഡങ്ങളായി മാറി. ഇന്നത്തെ ആഫ്രിക്ക, അന്റാർട്ടിക്ക, തെക്കൻ അമേരിക്ക, ഓസ്ട്രേലിയ എന്നിവയും ഇന്ത്യൻ അറേബ്യൻ ഉപഭൂഖണ്ഡങ്ങളും ഉൾപ്പെട്ടതായിരുന്നു ഗോണ്ട്വാന. എന്നാൽ 8.5 കോടി വർഷം മുൻപ് ഗോണ്ട്വാനയിൽ നിന്ന് ഓസ്ട്രേലിയയും സീലാൻഡിയയും ഉൾപ്പെട്ട കരഭാഗം വേർപെട്ട് തെക്കോട്ട് നീങ്ങി. ഇതിൻ്റെ തുടർച്ചയായി 5 കോടി വർഷം മുൻപ് സീലാൻഡിയ കടലിലേക്ക് അന്തർഗമിച്ചു എന്നാണ് സയൻറ്റിസ്റ്റുകളുടെ വിശ്വാസം. അടുത്തിടെ ഓസ്ട്രേലിയയിലെ ക്വീൻസ്ലാൻഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഗവേഷകരുടെ നേതൃത്വത്തിൽ ഈ ഭൂഖണ്ഡത്തിൻ്റെ വിശദമായ മാപ്പ് തയ്യാറാക്കുകയും ചെയ്തിരുന്നു. ഇതുപോലുള്ള കൗതുക വാർത്തകൾക്കായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.